കണ്ണൂർ കൊയ്യത്ത് ബസ് മറിഞ്ഞ് കുട്ടികൾക്ക് പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി. കൊയ്യം മർക്കസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, ഈ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ഏതായാലും നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് വലിയ പരിക്കില്ല എന്നാണ്. പക്ഷേ നിരവധി ആംബുലൻസുകളിലായി, ഏകദേശം 10ലേറെ ആംബുലൻസുകളിലായി കുട്ടികളെ കണ്ണൂരിലെയും തളിപ്പറമ്പിലെയും ആശുപത്രികളിലേക്ക് അല്പസമയം മുൻപാണ് അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇവരിൽ ഗുരുതരമായി പരിക്കേറ്റവരുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അല്പസമയം മുൻപാണ് കൊയ്യം മർക്കസിന്റെ ബസ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത്. കൊയ്യം മർക്കസ്, ഈ കൊയ്യത്തിൽ നിന്ന് കുറച്ച് അകലെയായുള്ള പാറക്കാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊയ്യം മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് കൊയ്യത്തുള്ള അധ്യാപകന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ എത്തിയത്. അവിടേക്ക് പോകുന്ന സമയത്ത് ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഇപ്പോഴും അവിടെ പോലീസും നാട്ടുകാരും ഒക്കെ ആ ബസ് ഉയർത്താനുള്ള ശ്രമം നടത്തുകയാണ്. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടികൾ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടോ, ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ തുടങ്ങിയ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അത്തരം പരിശോധനകൾ ഇപ്പോൾ നടത്തുന്നത്. ഒരു വെളിച്ചമൊന്നുമില്ലാത്ത ഒരു പ്രദേശത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അതിനൊരു കൃത്യമായി എന്താണ് സംഭവിച്ചത്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് അവിടെയുള്ള നാട്ടുകാർക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ശ്രീകണ്ഠാപുരം പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് ഈ അപകട വിവരം അറിഞ്ഞ ഉടനെ തന്നെ ശ്രീകണ്ഠാപുരം പോലീസ് അവിടെ എത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ആ ബസ് ഉയർത്താനുള്ള ശ്രമമാണ് നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തുന്നത്.